പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ കൃപാവരം കൊണ്ട് നമ്മളെ സമ്പന്നമാക്കുന്ന ക്രിസ്തുവിൻ്റെ പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 3 മുതലുള്ള തിരുവചന ഭാഗമാണ്. ക്രിസ്തു കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് മുറിക്കകത്തൊക്കെ അടച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ശമയോൻ പത്രോസ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ശമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരും കൂടെ ചെന്ന് ഞങ്ങളും പോരുകയാണ്. കാരണം എത്ര ദിവസമാണ് വിശന്ന് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് മാറി ഒളിച്ചിരിക്കുക. ശമയോൻ പത്രോസിൻ്റെ പിന്നാലെ അവരും പോയി. വചനം പറയുന്നു, ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. ഒടുവിൽ നിരാശരായി നേരം പുലർച്ചെ അവർ തീരത്തേക്ക് വരുമ്പോൾ തീരത്തൊരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നും ഉറക്കെ വിളിച്ചു ചോദിച്ചു, മക്കളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? മറ്റൊരവസരത്തിലാണെങ്കിൽ ശമയോൻ പത്രോസ് ചെവി പൊട്ടിപ്പോകുന്ന ചീത്ത വിളിച്ചു പറയും. കാരണം ഏത് മനുഷ്യനും അങ്ങനെയാണ്. തോറ്റു തുന്നമ്പാടി വരുമ്പോൾ പരിഹസിക്കാൻ തീരത്താരെങ്കിലും ഇരുന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചാൽ നമ്മളെന്ത് ചെയ്യും? പത്രോസ് ഒന്നും മിണ്ടിയില്ല. ഒന്നും കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ആ തീരത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ വഞ്ചിയുടെ വലതുഭാഗത്ത് വലയിറക്കിക്കോളാൻ പറഞ്ഞു. കാലങ്ങൾ ഇതുവരെയായിട്ട് കടലിന്റെ ഓരോ ശാസ്ത്രവും തിരിച്ചറിയുന്ന മനുഷ്യന്റെ മുമ്പിലാണ് തീരത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത്, വലതുവശത്ത് വലയിറക്കിക്കോ, മീൻ കിട്ടുമെന്ന്. പത്രോസ് എതിർക്കാൻ പോയില്ല. പത്രോസ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ചെയ്തു. തിരുവചനം പറയുന്നു, വല നിറച്ച് അവർക്ക് മീൻ കിട്ടി. വല നിറച്ച് അവർക്ക് മീൻ കിട്ടി. വലിച്ചു കയറ്റുന്നതിനിടയിൽ യോഹന്നാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അത് ക്രിസ്തുവാണ്. ആ നിമിഷം ശമയോൻ പത്രോസ് തന്നഗ്നനാണെന്ന് കണ്ടപ്പോൾ മേൽവസ്ത്രം എടുത്തൊടുത്ത് അവൻ കടലിലേക്ക് എടുത്ത് ചാടി. ബാക്കിയുള്ളവർ വഞ്ചിയും തുഴഞ്ഞ് തീരത്തിലേക്ക് ചെന്നു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ശകലം മീനിഞ്ഞെടുത്തതാ. അവൻ ചുട്ടവർക്ക് പ്രാതലൊരുക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് കഴിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നീ തോറ്റു പോകുമ്പോൾ നിന്റെ തോൽവിയുടെ തീരത്ത് കുഞ്ഞേ എന്ന വിളിയോടുകൂടെ കാത്തിരിക്കുന്നവനാണ് ക്രിസ്തു. നിന്റെ എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിന്റെ എല്ലാ ശ്രമങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വന്ന് കുഞ്ഞേ എന്ന വിളിയോടുകൂടെ നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നവനാണ് ക്രിസ്തു. ഈ ഒരു വിശ്വാസമാണ് നിന്റെ ജീവിതത്തിൽ ഉടനീളം നിന്നെ നയിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നീ തോറ്റിട്ടുണ്ടാവാം. നിന്റെ പരീക്ഷകൾ നീ തോറ്റുപോയിട്ടുണ്ടാവാം. ജീവിതത്തിൽ നീ തോറ്റുപോയിട്ടുണ്ടാവാം. പക്ഷെ യേശു നിന്നോട് പറയും, നീ എവിടെയാണ് വലയിറക്കേണ്ടതെന്ന്. ക്രിസ്തു നിനക്ക് വലയിറക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരും. അവിടെ ദൈവം നിനക്ക് സമൃദ്ധി നൽകും. പിന്നീട് ദൈവം നിനക്ക് വേണ്ടി പ്രാതലൊരുക്കി ദൈവം നിന്നെ കാത്തിരിക്കും. ഇത് ജീവിതത്തിൽ ഉടനീളം വിശ്വസിച്ചു കൊള്ളുക. പിന്നീട് എന്ത് ചെയ്യുന്നു? പത്രോസ് പ്രാതലെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പത്രോസ് നിശബ്ദനായിരിക്കുകയാണ്. കാരണം ക്രിസ്തുവിനെ തള്ളി പറഞ്ഞവനാണ്. പത്രോസിന്റെ തോളിൽ കൈയിട്ട് ക്രിസ്തു ആ തിബേരിയസ് കടൽ തീരത്തൂടെ നടന്നുകൊണ്ട് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ ഇവരെക്കാൾ എല്ലാം ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പണ്ടത്തെ പത്രോസാണ് ചാടി എന്തെങ്കിലുമൊക്കെ പറയും. പത്രോസ് പറഞ്ഞു, ഉവ്വ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 3-ാമത്തെ പ്രാവശ്യം പത്രോസിന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ. ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകളെ നീ മേയിച്ചു കൊള്ളുക. സഭയുടെ അധികാരം പത്രോസിന്റെ കൈകളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു ദിവസം വരും. നീ തോറ്റു പോകുന്നിടത്ത് ദൈവം നിന്നെ കാത്തു നിൽക്കും. ദൈവം നിനക്ക് വേണ്ടി വിരുന്നൊരുക്കും. ദൈവത്തിന്റെ കൃപാവരം നിന്നിലേക്ക് വന്നു നിറയും. അവിടെ നീ അനുഗ്രഹവും സമൃദ്ധിയുള്ളവനാകും. ഇന്ന് നീ തോറ്റുപോയതിന് നൊമ്പരത്തിലാണോ നിൽക്കുന്നത്? നിന്റെ ദൈവം നാളെ നിനക്ക് വേണ്ടി തോളിൽ കൈയിട്ട് ഔന്നിത്യമുള്ളൊരു സ്ഥാനത്തിലേക്ക് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. നീ തോൽക്കാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. ഇന്ന് നീ ഏറ്റിരിക്കുന്ന നഷ്ടം കേവലമായ നിന്റെ ജീവിതത്തെ ഉയർത്തുന്നതിനുള്ള മാർഗം മാത്രമാണ്. നമുക്കതിനു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ തോൽവിയുടെ തീരങ്ങളിൽ നീ കാത്തു നിൽക്കണമേ. എൻ്റെ കൈപിടിക്കണമേ. എനിക്ക് പ്രാതലൊരുക്കി എൻ്റെ തോളിൽ കൈയിട്ട് നീ നടക്കണമേ എൻ്റെ കൂടെ. ആമേൻ.